മറ്റൊരു വാർത്ത ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രതിസന്ധി തുടരുന്നതിനിടെ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെജെപിയിൽ ഭിന്നതയുണ്ട് എന്നറിയുന്നു. പാർട്ടിയുടെ 3 എംഎൽഎമാർ മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് ഈ ഭിന്നതയ്ക്ക് കാരണം? വിവരങ്ങൾ. അശ്വതി, ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിന് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാതെ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു. നേരത്തെ തന്നെ മനോഹർലാൽ ഖട്ടർ വ്യക്തമാക്കിയതാണ് കോൺഗ്രസിലെയും ജെജെപിയുടെയും ചില എംഎൽഎമാർ ബിജെപിക്കൊപ്പം ചേരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അത് സ്ഥിരീകരിക്കുന്ന കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നിരിക്കുന്നു. കാരണം 3 ജെജെപി എംഎൽഎമാരാണ് ഇപ്പോൾ പാനിപ്പത്തിൽ വെച്ച് മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജെജെപി ഇത്തരത്തിൽ ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഏതായാലും പാർട്ടിയിലെ 3 എംഎൽഎമാർ ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. തീർച്ചയായും 10 എംഎൽഎമാരാണ് ജെജെപിക്ക് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ജെജെപിയെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കം ഈ എംഎൽഎമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല, പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്നെന്ന സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം 2018 INLD പിളർന്നുകൊണ്ട് ജെജെപി എന്ന് പറയുന്ന ഒരു പാർട്ടി ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 or 4 പേർ ഇത്തരത്തിൽ ബിജെപിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് 5-ൽ കൂടുതലാകുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടി തന്നെ ദുഷ്യന്ത് ചൌത്താലയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൂടി ഇടവെച്ചേക്കും. ഏതായാലും ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ദുഷ്യന്ത് ചൌത്താലയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ 3 എംഎൽഎമാർ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്ത് വരികയാണെങ്കിൽ സർക്കാരിന് ഏതായാലും നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. കാരണം നിലവിൽ 43 പേരുടെ പിന്തുണയാണ് അവിടെയുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 45 പേരുടെ പിന്തുണയാണ്. അപ്പോൾ 3 എംഎൽഎമാർ ജെജെപിയിൽ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അവർ രാജിവെക്കാൻ തയ്യാറായാൽ പോലും സർക്കാർ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നാളെ അവസാനിക്കും. 96 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 നടക്കും. 1710 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 10 സംസ്ഥാനങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര, യൂസഫ് പഠാൻ, കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയവർ 4ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇടവേള.